നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ടോട്ടൻഹാം ഹോട്ട്സ്പർ വിടുകയാണെന്ന് ഹ്യൂമിൻസൺ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചല്ലോ. ഇപ്പോൾ അദ്ദേഹം MLS എന്ന കാര്യം തീരുമാനമായിരിക്കുന്നു. LAFC ലോസ് ഏഞ്ചലസ് FC എഗ്രിമെൻറ്റിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തുവിടുന്നു ബെൻ ജേക്കബ്സ്. ഗീമി സ്പോർട്ടിൽ ഇതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇതൊരു റെക്കോർഡ് ട്രാൻസ്ഫർ ആയിരിക്കും. MLS ഇന്ന് വരെ ഇത്ര തുക കൊടുത്തൊരു കളിക്കാരനെ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. $26 മില്യൺ കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ പോകുന്നത്. ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള സൈനിങ് ആയിരിക്കും എന്നാണ് ബെൻ ജേക്കബ്സിൻ്റെ റിപ്പോർട്ട്. എന്ന് പറയുമ്പോൾ നിലവിൽ ഏറ്റവും ഉയർന്ന തുകക്ക് MLS എത്തിയിട്ടുള്ള റെക്കോർഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് $22 മില്യൺ അറ്റ്ലാന്റ യുണൈറ്റഡ് ഇമാനുവൽ ലാറ്റലാറ്റിനെ ഈ വിൻ്ററിൽ കൊണ്ടുവന്നാണ് കഴിഞ്ഞ വിൻ്ററിൽ. അപ്പം ഹ്യൂമിൻസൺ €26 മില്യൺ വരുന്നത് എങ്കിൽ അതൊരു പുതിയ റെക്കോർഡായിരിക്കും. ഓൾറെഡി സണ്ണുമായിട്ടും ടോട്ടൻഹാം ഹോട്ട്സ്പറുമായിട്ടും എഗ്രിമെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഫൈനൽ ഡീറ്റെയിൽസ് സോർട്ട് ഔട്ട് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ ഗീമി സ്പോർട്ടിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാലും ഹ്യൂമിൻസണിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്പേഴ്സിലേക്ക് 2015 $22 മില്യൺ പൗണ്ടിന് ബയർ ലെവർക്യൂസനിൽ നിന്ന് ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം 10 വർഷക്കാലം അദ്ദേഹം അവിടെ ക്ലബിൽ കളിക്കുകയുണ്ടായി. 2015 ജോയിൻ ചെയ്ത ശേഷം 173 ഗോളുകളാണ് 454 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം ടീമിനായിട്ട് നേടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇപ്പം ഏറ്റവും ഒടുവിൽ യൂറോപ്പ ലീഗിൽ മുത്തമിട്ടതിന് ശേഷമാണ് സ്പേഴ്സിൽ നിന്ന് അദ്ദേഹം പടിയിറങ്ങുന്നത്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.